ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് എണ്ണ പലഹാരമൊക്കെ കഴിക്കുമ്പോൾ നല്ല നാടനായിട്ടും ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ച പലഹാരം കഴിക്കാൻ തോന്നുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടെ. വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ 3/4 കപ്പ് റവ ചേർക്കാം. നെയ്യിൽ റവ വറുത്തെടുക്കണം. വറുത്തെടുത്ത റവ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാച്ചി ആറിയ പാല് ചേർക്കാം റവയിലേക്ക്. റവ തണുത്തിട്ടില്ല കേട്ടോ, റവ ചൂടോട് കൂടി ഇരിക്കുമ്പോഴാണ് പാൽ ഒഴിച്ചത്. ഒന്ന് മിക്സ് ചെയ്ത് റവ 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. റവ വറുത്ത അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. നാളികേരം ഒന്ന് കളർ മാറി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട്, അതും ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്തും വറുത്തെടുത്തു. ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. റവ സോഫ്റ്റ് ആവാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ കുതിർത്താൻ വെക്കുമ്പോൾ ഒരുപാട് പാലൊഴിച്ചാൽ, നിങ്ങൾക്ക് പാൽ ഇഷ്ടമില്ലെങ്കിൽ വെള്ളം ചേർത്തോളൂ കേട്ടോ. പാലായാലും വെള്ളമായാലും ഒരുപാട് അങ്ങോട്ട് ലൂസാക്കിയിട്ട് കുതിർത്തി വെക്കരുത്. ഇങ്ങനെ സോഫ്റ്റായി കിട്ടുമ്പോൾ ഇത്രയ്ക്കും ഡ്രൈ ആയി തന്നെ ഇരിക്കണം. ആ രീതിയിൽ വേണം കേട്ടോ കുതിർത്തി വെക്കാനായിട്ട്. 2 ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. ഏത് പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇന്ന പഴം എന്നൊന്നും നിർബന്ധമില്ല. പഴം നല്ലോണം ഉടച്ചെടുക്കാം. കുതിർത്തി വെച്ച റവയിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് ചിരകിയ ശർക്കര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 കപ്പ് ചിരകിയ നാളികേരം, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളമോ പാലോ ഒന്നും ചേർക്കണ്ട കേട്ടോ. പഴം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കണ നാളികേരം അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇല എടുത്ത് വാട്ടി അതിൻ്റെ മുകളിൽ നെയ്യ് തേച്ച് വെച്ചേക്കണതാണ്. അതിലേക്ക് നമ്മൾ കുറേശ്ശെ ബാറ്ററി വെച്ച് കൊടുക്കാം. ഈ സാധാരണ ഒരു മടക്ക് മതിയിട്ട. മടക്കിയതിന് ശേഷം ഒന്ന് അമർത്തിയിട്ട് മാറ്റി വയ്ക്കാം. എല്ലാം നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തിൽ വെച്ച് കൊടുത്തു. ഇനി 15 മിനിറ്റ് ഇത് ആവി കയറ്റി എടുക്കാം. പലഹാരം വേവാൻ വെച്ചിട്ട് 15 മിനിറ്റായി തുറക്കാം. വെന്തുണ്ടോ എന്ന് നോക്കാട്ട. റവ ആയാലും തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇതൊന്ന് തണുക്കട്ടെ, അതിൻ്റെ ശേഷം നമുക്ക് ഇലയിൽ നിന്ന് എടുക്കാം. പലഹാരമൊക്കെ നല്ലോണം തണുത്തു കിട്ടാം. അടിപൊളിയായിരിക്കും. നല്ല ഹെൽത്തിയും കൂടിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടീസിനൊക്കെ റെഡിയാക്കി കൊടുക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.